എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഡെവലപ്പ് നോവൽ ജീൻ തെറാപ്പി ഫോർ ഹെമോഫീലിയ. ഇത് GS3 സയൻസ് ആൻഡ് ടെക് റിസർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. അല്ലെങ്കിൽ ഡിസീസസ് അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെറ്റീഷനേഴ്സ് സുപ്രീം കോർട്ട് ടു പ്രൊട്ടക്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്താണെന്ന് നോക്കും. പിന്നെ സെക്യുലറിസം ഒക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം കുറേ എൻക്രോച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് സുപ്രീം കോർട്ട് ഡയറക്റ്റീവ്സ് കൊണ്ടുവന്നു. പിന്നെ അലഹബാദ് ജഡ്ജിനെതിരെ ഇപ്പം മോഷൻ പോകുന്നുണ്ട്, ഇംപീച്ച്മെൻറ്റ് മോഷൻ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ഒരു ന്യൂസ് റെലവൻ്റ് ആകുന്നത്. ഓക്കെ, വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് പോസിബിൾ ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ്. ഇത് നമ്മൾ മാനുവൽ സ്കാവഞ്ചിങ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഇത് GS2 സോഷ്യൽ ജസ്റ്റിസ് മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസാണ്. അത് എല്ലാ വർഷവും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ വൈക്കം 2 സ്റ്റേറ്റ്സ് 2 ലീഡേഴ്സ് ആൻഡ് എ ടെയിൽ ഓഫ് റിഫോം. ഇത് നമ്മുടെ എഡിറ്റോറിയലുള്ള ഒരു ന്യൂസാണ്. ഇത് സെൻറ്ററി ആനിവേഴ്സറി സെൻറ്ററി സെലിബ്രേഷൻ ഓഫ് വൈക്കം സ്ട്രഗിളിൻ്റെ ബേസിസിലാണ്. ഇത് GS1 ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ്. അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഡെവലപ്ഡ് നോവൽ ജീൻ തെറാപ്പി ഫോർ ഹെമോഫീലിയ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഹാവ് റിപ്പോർട്ടഡ് സക്സസ് ഇൻ യൂസിങ് ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി ഒരു കീവേഡാണ്. ടു ട്രീറ്റ് സിവിയർ ഹെമോഫീലിയ, എ റെയർ ഹെറിഡിറ്ററി കണ്ടീഷൻ റിസൾട്ടിംഗ് ഫ്രം എ ഫോൾട്ടി ജീൻ which triggers severe spontaneous and potentially fatal bleeding episodes. Okay, the trial was led by Alok Srivastava at the Center of Stem Cell Research at Christian Medical College, Vellore. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കോൺടാക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ ജീൻ തെറാപ്പി എന്താണ്. ഓക്കെ, ജീൻ തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് യൂസസ് ജീൻസ് ടു ട്രീറ്റ് prevent or cure a disease or medical disorder. In most gene therapy, a normal gene is inserted into the genome to supplement an abnormal disease-causing gene and restore the target cell to a normal state. അപ്പോൾ ഇതിൻ്റെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ റെഫേഴ്സ് ടു ദ കാരിയർ യൂസ്ഡ് ഫോർ ഡെലിവറിങ് ദ തെറാപ്യൂട്ടിക് ജീൻ ടു ദ പേഷ്യൻസ് ടാർഗറ്റ് സെൽസ്. അപ്പോൾ ഇത് 2 ടൈപ്പ് ഉണ്ട്. വൈറൽ വെക്ടർ viruses like adenoviruses, retroviruses, adeno-associated viruses are used. Non-viral vectors എന്ന് പറയുമ്പോൾ കെമിക്കൽ ഓർ ഫിസിക്കൽ മെത്തേഡ്സ് ആണ് ടു ഇൻസേർട്ട് DNA ഇൻറ്റു സെൽസ്. പാർട്ടിക്കിൾ ബോംബാർഡ്മെൻറ്റ് അല്ലെങ്കിൽ ലിപ്സോംസ്, പോളിമേഴ്സ്, നാനോ പാർട്ടിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് ഇൻഹെറിറ്റഡ് ജീൻ ഡിസീസസ്, അതായത് ഹിമോഫീലിയ പോലത്തെ അല്ലെങ്കിൽ സിക്കിൾ സെൽ ഡിസീസ് അതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അക്വയർഡ് ഡിസോർഡേഴ്സ് അതായത് ലുക്കീമിയ പോലത്തെ ഡിസീസസും ട്രീറ്റ് ചെയ്യാനായിട്ട് ജീൻ തെറാപ്പിയിലൂടെ പറ്റും. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഹെമോഫീലിയ? ഹെമോഫീലിയ ഈസ് എ മെഡിക്കൽ കണ്ടീഷൻ മോസ്റ്റ്ലി ഇൻഹെറിറ്റഡ് ഇൻ വിച്ച് എബിലിറ്റി ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്, അതായത് നമ്മളിപ്പോൾ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ദേഹത്ത് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളവിടെ പ്ലേറ്റ്ലെറ്റ്സ് വന്ന് അടഞ്ഞ് ആ ഒരു മുറിവ് അടഞ്ഞു പോകും. അപ്പോൾ ബ്ലഡ് ലോസ് കുറയും അല്ലേ. പക്ഷേ ഹെമോഫീലിയയുടെ കേസിൽ അതില്ല. എബിലിറ്റി ഫോർ ദ ബ്ലഡ് ടു ക്ലോട്ട് അത് ഭയങ്കരമായിട്ട് കുറയും. സോ ദാറ്റ് ഈവൻ എ മൈനർ ഇഞ്ചുറി ക്യാൻ കോസ് സിവിയർ ബ്ലീഡിങ്. അപ്പോൾ ഹെമോഫീലിയ ഈസ് കോസ്ഡ് ബൈ എ മ്യൂട്ടേഷൻ ഓർ ചേഞ്ച് in one of the genes that provides instructions for making the clotting factor proteins needed to form a blood clot. Okay, this change or mutation can prevent the clotting protein from working properly or to be missing altogether. These genes are located on the X chromosome. Okay, അപ്പോൾ അത് ചിലപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ക്രോമസോമിലാണ് ഈ ഒരു ജീൻസ് ഉള്ളതെന്ന് കൂടി ഓർത്തിരിക്കുക. ബിക്കോസ് ഓഫ് ദ ജെനറ്റിക്സ് ഇൻവോൾവ് ഇൻ ദ വേ ദ സെക്സ് ഓഫ് എ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ്, മെൻ ആർ മോർ വൾണറബിൾ ടു ഹെമോഫീലിയ ദാൻ വുമൻ. ഇറ്റ് ഈസ് എ ക്വൈറ്റ് റെയർ ഡിസീസ്. അബൌട്ട് 1 in 10,000 പീപ്പിൾ ആർ ബോൺ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോഴേക്കും ഹെമോഫീലിയ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് ഹെമോഫീലിയ A ആണ്. ദിസ് മീൻസ് പേഴ്സൺ ഡസ് നോട്ട് ഹാവ് ഇനഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 8. ഓക്കെ, പിന്നെ ഹെമോഫീലിയ B ഈസ് ലെസ് കോമൺ. എ പേഴ്സൺ വിത്ത് ഹെമോഫീലിയ B ഡസ് നോട്ട് ഹാവ് ഇനഫ് ഫാക്ടർ 9. ഓക്കെ, ഹെമോഫീലിയ A occurs in about 1 in 5,000 births, while hemophilia B is even rarer at about 1 in about 20,000 births.
അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെയിൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെമോഫീലിയ എന്ന് പറയുന്നത് റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയാണ്. കോൺസെൻട്രേറ്റ്സ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടർ 8 or clotting factor 9 are slowly dripped and injected into vein. These infusions help replace the clotting factor that is missing. അതായത് ഇല്ലാത്ത ക്ലോട്ടിംഗ് ഫാക്ടറിനെ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സിനാരിയോയിലെ ഹെമോഫീലിയ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ ഒരു ഡേറ്റ വൈസ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇപ്പോൾ ഹെമോഫീലിയ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡേറ്റാസ് വെച്ച് നിങ്ങളുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹെമോഫീലിയസ് ആനുവൽ ഗ്രോത്ത് സർവേ, ഗ്ലോബൽ സർവേ 2017, there are over 1.97 lakh persons living with hemophilia across the world in 2017. In the country-wise data, India emerges with the highest count with nearly 19,000. It is estimated that 80% goes due to go unregistered, so that the actual count എന്ന് പറയുന്നത് ഒരു നിയർലി 2 lakh ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കറണ്ട് എന്താണ് കണ്ടുപിടിച്ചതെന്നുള്ള കാര്യമാണ്. ഓക്കെ, ദ ന്യൂ അപ്രോച്ച് കോൾഡ് റോക്കോറ്റെവിയൻ ഈസ് എ സിംഗിൾ ജീൻ തെറാപ്പി ദാറ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഫോർ കൊമേഴ്ഷ്യൽ യൂസ് ഇൻ 2023. It is safer than using an adenovirus and potentially opens up the gene therapy treatment for children. ഇതിൻ്റെ പ്രോമിസിംഗ് റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഫോളോയിങ് ദ ഇൻഫ്യൂഷൻ ഓഫ് റോക്ടോവിയൻ the average bleeding incidence decreased from 5.4 bleeds per year to a decline of about 2.6 bleeds per year for those who received the treatment. അപ്പോൾ സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ ദിസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യേറ്റിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് സ്റ്റഡി ഇൻവോൾവ് ന്യൂ ജെൻ തെറാപ്പീസ് പോസിബിൾ ഫോർ റിസോഴ്സ് കൺസ്ട്രെയിൻഡ് സെറ്റിംഗ്സ് ലൈക്ക് ഇന്ത്യ. അതായത് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി ടെക്നോളജിയോ റിസോഴ്സൊന്നും ഇല്ലാത്തൊരു കൺട്രി ആയിട്ടുള്ള ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ദ സക്സസ്ഫുൾ ട്രയൽസ് ഓഫ് ഹോപ്പ് ഫോർ പേഷ്യൻസ് വിത്ത് ഹെമോഫീലിയ ആൻഡ് കുഡ് പൊട്ടൻഷ്യലി ലീഡ് ടു മോർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് സേഫ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് പെറ്റീഷണേഴ്സ് ഏർജ് സുപ്രീം കോർട്ട് ടു പ്രൊട്ടക്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ്. ഓക്കെ, ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 was enacted to freeze the status of religious places as they existed in August 15, 1947 and prohibit the conversion of any place of worship and ensure the maintenance of their religious character. അപ്പം അത് ഇപ്പോൾ കറണ്ട് കേസിൽ ചാലഞ്ച്ഡ് ആണ്. ഓക്കെ, അപ്പം പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ആക്ട് വാസ് enacted to preserve the religious character of places of worship as they existed in August 15, 1947. അതായത് നമ്മുടെ ഓഗസ്റ്റ് 15, 1947 ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പ് എങ്ങനെയാണോ ഒരു റിലീജിയസ് പ്ലേസ് അത് അതുപോലെ തന്നെ കിടക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ പ്രൊവിഷൻസ് ആണുള്ളത്? പ്രൊഹിബിഷൻ ഓഫ് കൺവേർഷൻ, അതായത് പ്രിവെൻസ് കൺവേർഷൻ. അതായത് ഇപ്പം ഒരു ഒരു പ്ലേസ് നേരത്തെ ഇപ്പോൾ ഒരു കറണ്ട് കേസ് എക്സാമ്പിളാണ്. നേരത്തെ ഈ ഒരു ലോ പ്രകാരം നേരത്തെ പ്രകാരം അതൊരു വേറൊരു റിലീജിയൻ്റെ റിലീജിയസ് പ്ലേസ് ആയിരുന്നു. ബട്ട് ഇൻ ദ ലേറ്റർ ഓൺ സ്റ്റേജിൽ അത് വേറൊരു പർട്ടിക്കുലർ റിലീജിയൻ്റെ പ്ലേസ് ഓഫ് വർഷിപ്പായി. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ബദലായിട്ടുള്ള അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള റിലീജിയസ് ഓർഗനൈസേഷൻ അത് അവരുടെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്കിയെന്ന് വെച്ചോ. അപ്പോൾ അത് പക്ഷേ 1947 ശേഷമാണ്, മുമ്പാണ്. അപ്പം അത് വരുമ്പോഴേക്കും അത് പിന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് ഈ ലോ പ്രകാരം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊഹിബിഷൻ ഓഫ് കൺവേർഷൻ. പ്രിവെൻറ്റ്സ് ദ കൺവേർഷൻ ഓഫ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് ഫ്രം വൺ റിലീജിയസ് ഡിനോമിനേഷൻ ടു അനദർ. പിന്നെ മെയിൻ്റെനൻസ് ഓഫ് റിലീജിയസ് ക്യാരക്ടർ എൻഷുവേഴ്സ് ദാറ്റ് ദ റിലീജിയസ് ഐഡൻറ്റിറ്റി ഓഫ് എ പ്ലേസ് ഓഫ് വർഷിപ്പ് റിമെയിൻസ് സെയിം ആസ് ഓൺ August 15, 1947. Abatement of pending cases terminates any ongoing legal proceedings concerning the conversion of a place of worship religious character before August 15, 1947. ഇപ്പോൾ എക്സംഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാബറി മസ്ജിദ് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു, രാം ജന്മഭൂമി ഡിസ്പ്യൂട്ട്. അപ്പോൾ അത് ഏൻഷ്യൻ മോണുമെൻറ്റ്സ്, ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അതൊക്കെ ചാലഞ്ചഡാണ്. അതിൽ എക്സെപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പെനാൽറ്റീസ് എന്ന് പറയുമ്പോൾ സ്പെസിഫൈസ് ഇംപ്രിസൺമെൻറ്റ് ആൻഡ് ഫൈൻസ് ഫോർ വയലേറ്റിംഗ് ദ ആക്ട്. ഓക്കെ, ഇപ്പോൾ സിഗ്നിഫിക്കൻസ് ആൻഡ് ക്രിറ്റിസിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ആക്ട് ഇസ് വ്യൂഡ് ആസ് എ ലെജിസ്ലേറ്റീവ് ഇൻ്റർവെൻഷൻ ദാറ്റ് അപ്ഹോൾഡ്സ് എ കമ്മിറ്റ്മെൻറ്റ് ടു സെക്യുലറിസം, എ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹവർ അതിൽ കുറച്ച് ക്രിറ്റിസിസം ഉണ്ട്. എന്താണ്? ബാർ ഓൺ ജുഡീഷ്യൽ റിവ്യൂ, അതായത് ജുഡീഷ്യറിയുടെ റോള് ഇൻ പ്രൊട്ടക്ടിങ് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ ആർബിട്രറി റിട്രോസ്പെക്റ്റീവ് കട്ട് ഓഫ് ഡേറ്റ്, അതായത്
ഈ August 15, 1947 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ ശരിക്കും ഒരു ടെമ്പിൾ ആയിരുന്നായിരിക്കാം, പിന്നെ അത് മോസ്കായി, പക്ഷേ അത് August 15 മുമ്പായിരുന്നായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നീട് അത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കേസസ് ഉണ്ട്. ഓക്കെ, അതാണ് ഇപ്പോൾ കറണ്ട് കേസിൽ ഞാൻ പാപ്പസി അതുപോലുള്ള ഏരിയാസിലൊക്കെ അവർ പറയുന്ന ഒരു ഏരിയ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വയലേഷൻ ഓഫ് ദ റൈറ്റ് ടു റിലീജിയൻ. ഓക്കെ, റിസ്ട്രിക്ട്സ് ദ എബിലിറ്റി ടു റീക്ലെയിം ആൻഡ് റീസ്റ്റോർ പ്ലേസസ് ഓഫ് വർഷിപ്പ്. പിന്നെ വയലേഷൻ ഓഫ് സെക്യുലറിസം ഫേവേഴ്സ് വൺ കമ്മ്യൂണിറ്റി ഓവർ അതേഴ്സ് അണ്ടർമൈനിങ് ദ ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് റിലീജിയൻസ്. പിന്നെ എക്സ്ക്ലൂഷൻ ഓഫ് അയോധ്യ ഡിസ്പ്യൂട്ട്, അതായത് എന്താണ്, റിലീജിയസ് ആയിട്ടുള്ള പറ്റില്ല, പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് പറ്റി, ബാബറി മസ്ജിദ് ഡിമോളിഷ്ഡ് ആയി, അയോധ്യയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായി. അപ്പോൾ എന്ത് പറ്റി, അതിലൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി. ഓക്കെ, പിന്നെ വേ ഫോർവേഡ്, അണ്ടർടേക്ക് എ thorough review of the Places of Worship Act to address criticism and shortcomings. Ensure the Act does not restrict judicial review and preserves the judiciary's role in upholding constitutional right. Strike a balance between preserving religious character and respecting the rights of different communities. Involve public consultation, ensure transparency, and review the exclusion of specific sites to promote fairness and consistency. Okay, അതാണ് നമ്മുടെ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന ആക്ടിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ചിലപ്പോൾ മോസ്റ്റ് കേസസ് മെയിൻസ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് പോസിബിൾ ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് ഓൺ വെനസ്ഡേ വോട്ട് ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് പോസിബിൾ ടു എൻഷുർ ദാറ്റ് മാനുവൽ സ്കാവഞ്ചിങ് ആൻഡ് ഹസാർഡസ് മാനുവൽ ക്ലീനിങ് ഓഫ് sewers and septic tanks are wiped out. This directive comes as an issue of human dignity continues to be at the heart of this long-standing social menace. ഓക്കെ, അപ്പോൾ മാനുവൽ സ്കാവഞ്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്യൂവേജ് അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ ഒരാൾ ഇറങ്ങി അത് ക്ലീൻ ചെയ്യുവാണ്. അത് കാരണം തന്നെ കുറേ ഡെത്ത് ഉണ്ട്. കാരണം ഇതിനകത്ത് വരുന്ന മീത്തേൻ ആണെങ്കിലും അതുപോലുള്ള ഗ്യാസസ് ശ്വസിച്ച് ആൾക്കാർ മരിക്കുന്നു. പിന്നെ ഒരു ഹ്യൂമൻ റെസ്പെക്റ്റ് പോലും ഒരാൾക്ക് കിട്ടുന്നില്ല. കാരണം ഹ്യൂമൻ ഫീസീസ് ഒക്കെ പോകുന്ന ഒരു സ്ഥലത്താണ് ഒരാളെ ഇറക്കി ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അണ്ടർസ്റ്റാൻഡിങ് മാനുവൽ സ്കാവഞ്ചിങ്. മാനുവൽ സ്കാവഞ്ചിങ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് മാനുവലി ക്ലീനിങ്, ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസിംഗ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ഡ്രൈ ലാട്രൈൻസ് ആൻഡ് ഓപ്പൺ ഡ്രെയിൻസ് ആൻഡ് sewers. Okay, despite being officially banned since 1993, the practice continues to persist in various parts of India, often driven by caste-based discrimination. അതായത് ഇതിനകത്തൊരു കാസ്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതായത് ചില പർട്ടിക്കുലർ കാസ്റ്റിൽ പെടുന്ന ആൾക്കാർ ലൈഫ് ലോങ് അത് തന്നെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു അതർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, ആൻഡ് ലാക്ക് ഓഫ് എക്കണോമിക് ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ആൻഡ് ലീഗൽ പ്രൊവിഷൻസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് സെവറൽ സേഫ് ഗാർഡ്സ് ഇൻക്ലൂഡിംഗ് ആർട്ടിക്കിൾസ് 14, 17 and 21 and 23 which guarantee equality, abolition of untouchability, protection of life and personal liberty, and prohibition of forced labor. The Prohibition of Employment as Manual Scavengers and the Rehabilitation Act 2013 is a primary legislation aimed at eliminating manual scavenging and rehabilitating affected individuals. Okay, reasons for the continued relevance. ഇപ്പം ഇങ്ങനത്തെ ഇതൊരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണെന്ന് നമുക്കറിയാം. ബട്ട് സ്റ്റിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വർക്ക് അല്ലെങ്കിൽ മാനുവൽ സ്കാവഞ്ചിങ് വർക്ക് ഇപ്പോഴും ത്രൈവ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ, inefficient sewage management system. Most municipalities lack modern machinery for cleaning sewage systems, leading to the continued reliance on manual. പിന്നെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഹൈറാർക്കിയാണ്. Manual scavenging has been historically associated with certain marginalized castes, perpetuating discrimination and social stigma. പിന്നെ lack of alternative livelihood opportunities. Limited access to education and skill development programs traps manual scavengers in a cycle of poverty and exclusion. പിന്നെ എഫക്ട്സ് ഓഫ് മാനുവൽ സ്കാവഞ്ചിങ് എന്താണ്? ഒന്ന്, ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ട്. മാനുവൽ സ്കാവഞ്ചേഴ്സ് ഫേസ് സിഗ്നിഫിക്കൻറ്റ് ഹെൽത്ത് റിസ്ക് including exposure to diseases, respiratory infections and even premature deaths.
പിന്നെ ഡിഗ്നിറ്റി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അതായത് ദ പ്രാക്ടീസ് ഡീഗ്രേഡ്സ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് വയലേറ്റ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദോസ് ഇൻവോൾവ്. പിന്നെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ട്രോമയുടെ കേസ് നോക്കുവാണെങ്കിൽ കോൺസ്റ്റൻറ്റ് എക്സ്പോഷറാണ്. ഒരാൾ ഒരു ഹ്യൂമൻ എക്സ്ക്രീറ്റ എൻവയോൺമെൻറ്റ്, ഫിൽത്തി എൻവയോൺമെൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ എന്താണ് ഒരാളുടെ മെൻ്റൽ വെൽബീയിങ് തന്നെ മാറും. ഓക്കെ, പിന്നെ സുപ്രീം കോർട്ട്സ് ഡയറക്റ്റീവ്സ് എന്താണ്? സുപ്രീം കോർട്ട് ഹാസ് വൗഡ് ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് പോസിബിൾ ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ്, റെക്കഗ്നൈസിങ് ദി ഗ്രേവ് ഇഷ്യൂ ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പോൾ യു ക്യാൻ സ്റ്റേറ്റ് ദിസ്, ഈ ഒരു ലൈൻ, സുപ്രീം കോർട്ട് ഹാസ് വൗഡ് ദാറ്റ് ദേ ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ്. അങ്ങനെ അത് വെച്ച് വേണം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാരണം സുപ്രീം കോർട്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണല്ലോ. ഓക്കെ, ദ കോർട്ട് ഹാഡ് ഏർലിയർ നോട്ടഡ് ദാറ്റ് ദീസ് ഇൻഹ്യൂമെയിൻ ഒക്യുപ്പേഷൻസ് കണ്ടിന്യൂ ഓഫൺ വിത്ത് ഫേറ്റൽ റിസൾട്ട്സ് ആൻഡ് ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് സെവർ ഡെത്ത്സ് റിമെയിൻ unabated in 3 recent judgments of the Delhi High Court. Okay, court has directed Social Justice Ministry to meet with the states in the next 2 weeks. അപ്പോൾ അതിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ വെച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് ഓഫ് ദ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആസ് മാനുവൽ സ്കാവഞ്ചേഴ്സ് ആൻഡ് ദ റീഹാബിലിറ്റേഷൻ ആക്ട്. 2 ആക്ടിൻ്റെയും എന്താണ് അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുക, പ്രൊവൈഡിങ് ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് എക്കണോമിക് എംപവർമെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്. പിന്നെ അഡ്രസ്സിങ് ദ ഡീപ്പ് റൂട്ടഡ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റിഗ്മ അസോസിയേറ്റഡ് വിത്ത് മാനുവൽ സ്കാവഞ്ചിങ്. ഇൻവെസ്റ്റിംഗ് ഇൻ modern sewage management infrastructure to eliminate the need for manual interventions. പിന്നെ ensure the provision of adequate safety gear and healthcare support for those still engaged in manual scavenging. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു വേ ഫോർവേഡ് എന്ന് പറയുന്നത്. പിന്നെ കൺക്ലൂഷൻ നമ്മൾ നോക്കുമ്പോൾ സുപ്രീം കോർട്ട്സ് ഡയറക്റ്റീവ് ടു ഇറാഡിക്കേറ്റ് മാനുവൽ സ്കാവഞ്ചിങ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് അപ്ഹോൾഡിംഗ് ദ ഡിഗ്നിറ്റി ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ മോസ്റ്റ് മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദ society. However, sustained efforts and a comprehensive approach are required to address the complex socio-economic and cultural factors perpetuating this inhumane practice. Only then can India truly achieve the vision of a just and equitable society. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹനെ കുറിച്ചാണ്. അപ്പോൾ 100 years ആയി ആ ഒരു ലാൻഡ്മാർക്ക് സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് നടന്നിട്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എഡിറ്റോറിയലാണ്. ഇറ്റ്സ് വെരി പോസിബിൾ ദാറ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിലിംസിലും മെയിൻസിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ വൈക്കം സ്ട്രഗിൾ വിച്ച് ബിഗാൻ ഓവർ എ സെഞ്ചുറി അഗോ സ്റ്റാൻഡ്സ് ആസ് എ പിവറ്റൽ moment in India's socio-political history, marking the advent of large-scale mass movements for social justice and equality. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ അതിൻ്റെ ഓറിജിൻസ്, എവല്യൂഷൻ, കോണ്ടംപററി, ഇപ്പോൾ കറണ്ട് കേസ് സിനാരിയിൽ എന്തുകൊണ്ടാണ് അത് റെലവൻറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ നോക്കാം. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വൈക്കം സ്ട്രഗിൾ എന്ന് പറയുന്നത് 1924 to 1925 നടന്ന ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇത് initiated to challenge caste-based restrictions. The movement aimed to grant backward caste Hindus access to public roads surrounding Vaikam Mahadeva Temple in princely state of Travancore. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പം കേരള സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി ആൻഡ് social activists including Periyar E.V. Ramaswamy spearheaded the movement, making it a symbol of resistance against caste discrimination. പിന്നെ wider impact. On November 1925, the struggle led to lifting restrictions on temple grounds, marking a victory for social justice and setting the stage for broader political movements in South India. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ കീ റോൾ പ്ലേ അല്ലെങ്കിൽ കീ ലീഡേഴ്സ് ഓഫ് ദ മൂവ്മെൻറ്റ് ആരൊക്കെയാണ്? ഒന്ന് പെരിയാർ E.V. രാമസ്വാമിയാണ്, ദ്രാവിഡിയൻ ലീഡറാണ്. ദ്രാവിഡിയൻ മൂവ്മെൻറ്റ് നമുക്കറിയാം, സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ദ്രാവിഡ ആര്യനിസം അതൊക്കെ. ഓക്കെ, ദ്രാവിഡിയ ലീഡർ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ മൊബിലൈസിങ് support and linking the struggle to the broader Dravidian movement which emphasized self-respect and ഈക്വാലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ദ്രാവിഡിയ മൂവ്മെൻറ്റ് എസ്പെഷ്യലി തമിഴ്നാട് റീജിയൻസിലൊക്കെ ദ്രാവിഡിയ മൂവ്മെൻറ്റ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് കൂടിയാണ്. സോഷ്യൽ മൂവ്മെൻറ്റിനെക്കാളിലും കൂടുതൽ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് കൂടിയാണ്. അവിടെ പൊളിറ്റിക്സിൽ എംബഡഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണ് ഈ ദ്രാവിഡിയൻ ഐഡിയോളജി. ഓക്കെ, B.R. Ambedkar, his contribution to the Indian constitution, particularly the clause of religious freedom,
with restrictions subject to public order, morality and health, provided the legal foundation for subsequent reforms. പിന്നെ ദ്രവിഡിയൻ മൂവ്മെൻ്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സെൽഫ് റെസ്പെക്ട് ആൻഡ് ഇഗാലിറ്റേറിയനിസം എംബഡഡ് ഇൻ ദിസ് മൂവ്മെൻറ്റ് വെയർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഷേപ്പിംഗ് മോഡേൺ സോഷ്യോ പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആൻഡ് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ്സ്. അപ്പോൾ ടെമ്പിൾ എൻട്രി ആക്ട്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഞാനിത് ഇടാൻ കാരണം ഇപ്പോൾ ഇത് 100 years ഓഫ് ഇതിൻ്റെ ആനിവേഴ്സറി ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓർഡർ ബേസ് ചെയ്തിട്ടൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻസ് പ്രിലിംസ് ചോദിക്കാം. ഓക്കെ, 1932 ലെജിസ്ലേറ്റീവ് അസംബ്ലി ബിൽ അലൗയിങ് ടെമ്പിൾ എൻട്രി, 1936 ട്രാവൻകൂർ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, പിന്നെ 1938 മലബാർ ടെമ്പിൾ എൻട്രി ബിൽ, 1939 ടെമ്പിൾ എൻട്രി ഇൻ മധുരൈ മീനാക്ഷി ടെമ്പിൾ ആൻഡ് അതേഴ്സ്, പിന്നെ 1947 മദ്രാസ് ടെമ്പിൾ എൻട്രി അതോറൈസേഷൻ ആക്ട് എനേബിളിംഗ് യൂണിവേഴ്സൽ ആക്സസ് ടു ടെമ്പിൾസ്. പിന്നെ റോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഫോർ റിലീജിയസ് ഫ്രീഡം വിത്തിൻ ദ ആംബിറ്റ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് മൊറാലിറ്റി ഹാവ് ബീൻ ക്രിട്ടിക്കൽ ഇൻ ഡ്രൈവിംഗ് റിഫോംസ് ഇൻ ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്സ് റോൾ ഇൻ regulating religion, അതായത് ensuring equality and access. Successive governments, particularly in Tamil Nadu, have enacted laws enabling backward caste Hindus to serve as priests in temples. Landmark judgments such as Shirur Mut case affirmed that the state's authority to regulate secular aspects of religious institutions. Modern reforms എന്ന് പറയുമ്പോൾ states like Kerala and Tamil Nadu governments have trained non-Brahmin priests, challenging entrenched social hierarchies and fostering inclusivity. പിന്നെ കണ്ടംപററി റെലവൻസ് എന്ന് പറയുമ്പം സെൻറ്ററി സെലിബ്രേഷൻ ആണ്. 100 years ആയി ആസ് ദ സെൻറ്ററി ഓഫ് വൈക്കം സ്ട്രഗിൾ ഈസ് കമമറേറ്റഡ്. ദ കൊളാബറേഷൻ ബിറ്റ്വീൻ കേരള ആൻഡ് തമിഴ്നാടു ഹൈലൈറ്റ്സ് ഇൻ ദ എൻഡ്യൂറിംഗ് ലെഗസി ഓഫ് ദിസ് മൂവ്മെൻറ്റ്. പിന്നെ സോഷ്യൽ ജസ്റ്റിസിന് ഒരു പുഷുണ്ട്. ഡിസ്പൈറ്റ് റെസിസ്റ്റൻസ് ഫ്രം ഓർത്തഡോക്സ് സെക്ഷൻസ്, റിഫോംസ് കണ്ടിന്യൂ ടു ഗെയിൻ മൊമെൻറ്റം, emphasizing the need for equality in religious and public domains. പിന്നെ legal and social reform. The movement underscores the interplay between constitutional provisions, judicial interventions and societal aspirations for justice. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വൈക്കം സ്ട്രഗിൾ റിമെയിൻസ് എ കോർണർ സ്റ്റോൺ in India's journey towards social justice and equality. It strives as a reminder of the transformative power of collective action and enduring relevance of constitutional safeguards in shaping an egalitarian society. അപ്പം നമ്മുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സും കണ്ടംപററി ആയിട്ടുള്ള ഒരു ഗവർണൻസും പോളിസി ചലഞ്ചസും ഒക്കെ നമുക്കിതിനകത്ത് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.